ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാൻസ് മീഡിയ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. പപ്സാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം എടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടി, പിന്നെ ലാസ്റ്റ് പെപ്പർ പൗഡർ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കും. പച്ചമണം മാറുന്നവരെയൊക്കെ സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഗ്രേവി റെഡിയാക്കി എടുത്ത്. ഗ്രേവിയാണ് മെയിൻലി പഫ്സിൻ്റെ ടേസ്റ്റ് തരുന്നത് കേട്ടോ. പിന്നെ മുട്ടയും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തു. അങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു മുട്ടയും ബീറ്റ് ചെയ്ത് വെക്കണം. ഒരു മുട്ട മതി, ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇതാണ് കേട്ടോ നമുക്ക്, ഞാനിത് ടെസ്കോ എക്സ്ട്രാ എന്നാണ് മേടിച്ചിട്ടുള്ള ഒരു പേസ്ട്രി റോള്. അത് ഇങ്ങനെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രേവി മുട്ടയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഓൾറെഡി ഞാൻ 6 പപ്സാണ് നമുക്കൊരു പേസ്ട്രി പാക്കിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അത് 3 മുട്ടയൊക്കെ മതിയാവും, കാരണം ഹാഫായിട്ടാണ് നമ്മളെപ്പോഴും പപ്സിൻ്റെ അകത്ത് മുട്ട വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഗ്രേവി റെഡിയാക്കി വെച്ചത് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് എടുക്കുന്നത് എന്താണെന്ന് നമുക്കൊരു എഗ് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നല്ല നൈസായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയാണ്. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടും. നല്ല ഹെക്സഗണൽ ഷേപ്പിൽ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് വാഷ് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് എയർ ഫ്രയർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഇത് പഫ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവനിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 180 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി അവനിലാണെങ്കിലും. നമ്മൾ എങ്ങനെയാണ് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് ആണ് നമ്മൾ ടോട്ടൽ വെക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ആദ്യം 10 മിനിറ്റ്സ് വെക്കും. അത് കഴിഞ്ഞൊന്ന് എടുത്ത് നോക്കും. അതിനുശേഷം ഒന്നും കൂടി എഗ് വാഷ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും വെക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ടോട്ടൽ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നന്നായിട്ട് കുക്കായി കിട്ടും. പിന്നെ ഓരോ എയർ ഫ്രയർ അനുസരിച്ച് ഇനി വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കണം. ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു ഹീറ്റ് കൂട്ടിയിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചിടുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ചെയ്തത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് വീണ്ടും എടുത്ത് എഗ് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും അവനിൽ വയ്ക്കുകയാണ് ചെയ്തത്. നല്ല കിടുക്കാച്ചിയായിട്ട് കിട്ടിയിട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ നമ്മൾ ബേക്കറിയിൽ നിന്ന് പഫ്സ് കഴിക്കുന്നത് അതുപോലെ തന്നെ കിട്ടിയത്. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. UK ഉള്ളവർ ഒരു കാരണവശാലും നമുക്ക് പഫ്സ് ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അസ്ദയിൽ, ടെസ്കോ എക്സ്ട്രയിൽ എവിടെയാണെങ്കിലും ഈ പേസ്ട്രി പാക്ക് മേടിക്കാൻ കിട്ടും. നിങ്ങൾ ഇതുപോലെ 1 ടൈമെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.